വെരി ഗുഡ്. കാര്യങ്ങൾ കറങ്ങി തിരിഞ്ഞ് നമുക്ക് അനുകൂലമായി വന്നത് കണ്ടോ? ഇതൊക്കെയാണ് ദൈവത്തിന്റെ പണി. ഇപ്പം മൈഥിലി അവർക്ക് വേണം. അവളുടെ മുലപ്പാലില്ലാതെ കുട്ടിക്ക് വളരാനും കഴിയില്ല. ഈ സന്തോഷ വാർത്ത കൊണ്ടുവന്നതിന് നിനക്ക് ഞാൻ എന്താ തരേണ്ട വൈശാഖേ? എനിക്കൊന്നും വേണ്ട. ഇതിലപ്പുറം സന്തോഷം വേറെ കിട്ടാനുണ്ടോ? ഈ ഗുഡ് ന്യൂസ് മൈഥിലി പറഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇന്ദ്രേച്ചിയുടെ അടുത്തേക്ക് പാഞ്ഞു വരുമായിരുന്നു. ആട്ടും തുപ്പുമേറ്റ് കിടന്ന മൈഥിലി ഇപ്പോ ചെമ്പകം മംഗലത്തുകാർക്ക് പ്രിയപ്പെട്ടവളായി. ഇതൊക്കെ കണ്ട് സഹികെട്ട മീനാക്ഷി അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. അവൾ എന്റെ അടുത്തേക്ക് വരും. എന്നോടൊപ്പം ആണല്ലോ അവള് ജീവിക്കേണ്ടത്. കുഞ്ഞേതായാലും മൈഥിലിയുടെ അടുത്തേക്ക് വരും. ഇനി ആ മരതക വാളുകൂടി അവിടെ നിന്ന് എടുത്താ നമ്മുടെ ദൗത്യം പൂർത്തിയായി. കുഞ്ഞിനെ അവിടുന്ന് കൊണ്ടുപോകുന്ന നിങ്ങൾ വളർത്താനാണോ ഉദ്ദേശിക്കുന്നത്? കുഞ്ഞിനെ ആർക്ക് വേണം? മൈഥിലിക്ക് അതിനെ കാണുന്നതേ കലിയ. എടാ, ആ കുഞ്ഞ് കാർത്തിയുടെയും ചെമ്പകമംഗലത്തുകാരുടെയും ഒരു ദൗർബല്യ. അതിനെ വെച്ച് വിലപേശണം. അത് തന്നെയാ ഇന്ദ്രേച്ചി ലക്ഷ്യം. എടാ വൈശാഖേ, നീ ഉടൻ തന്നെ മൈഥിലിയെ വിളിക്ക്. ഈ കാര്യത്തില് അവർ വേറെ വല്ല ഓപ്ഷനും കൊണ്ടുവന്നാലേ താൻ സമ്മതിക്കില്ലെന്നും ഇത് താൻ പ്രസവിച്ച കുഞ്ഞാണെന്നും ഡോക്ടർ പറഞ്ഞ കാര്യം ചെയ്തില്ലെങ്കിൽ ഇതിനു വേണ്ടി കോടതി വരെ കയറുമെന്നും അവളോട് പറയണം. ഈ ഗെയിം നമ്മുടെ പ്ലാൻ അനുസരിച്ചാ മുന്നേറാൻ പോകുന്നത്. അതുകൊണ്ട് ഉറച്ചു നിൽക്കാൻ പറയും. നീ വിളിക്ക്. വൈശാഖേ, എന്തായി മൈഥിലി അവിടുത്തെ കാര്യങ്ങൾ? ഇവിടെ ഈ വിഷയം ചർച്ചയിലേക്ക് വരിക. എല്ലാവരും ഒന്നും ഈ കാര്യം അറിഞ്ഞിട്ടില്ല. എന്ത് വന്നാലും നീ കാര്യത്തിൽ ഉറച്ചു നിൽക്കണം. ഇത് നമുക്ക് കിട്ടിയ ഉഗ്രനൊരു ആയുധമാണ്. ഇത് വെച്ചാ നമ്മൾ ഇനി ഫൈറ്റ് ചെയ്യാൻ പോകുന്നു. അവഗണനയും അപമാനവും സഹിച്ച് ഇവിടെ നിൽക്കുകല്ലേടാ ഞാൻ. എന്നെങ്കിലും എന്റെ ദിവസം വരുമെന്ന് എനിക്കറിയായിരുന്നു. അതെന്തായാലും വന്നു ചേർന്നു. ദൈവത്തിന് നന്ദി. ഈ ഫോൺ വെച്ചോ. അവൾ എന്തു പറഞ്ഞു? എന്തു പറയാൻ, അവള് രണ്ടും കളിപ്പിച്ചെന്നെ. മൈഥിലി ഇനി അവർക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ചെമ്പകമംഗലത്തിന്റെ തോൽവി ഇവിടെ ആരംഭിക്കുക. എന്താണ് കാര്യമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. പറയാതെ നമ്മൾ എങ്ങനെ അറിയാനാ? ഇനി മീനാക്ഷിയും കാർത്തിയും തമ്മിൽ വല്ല വഴക്കമുണ്ടായോ? എന്തോ വഴക്കുണ്ടായിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഈ കായംകുളം മാളിനെയും കൊണ്ട് പോയപ്പോഴേ ഞാൻ കരുതിയതാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന്. ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. എനിക്കതിനോട്ട് താല്പര്യമില്ല. നിനക്കതിന് മാത്രമേ താല്പര്യമുള്ളൂ. കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തു, ഉത്തരത്തിലുള്ളത് എടുക്കാനും പറ്റിയില്ല. അപ്പൊ അതിന്റെ ഫ്രസ്ട്രേഷൻ മുഴുവൻ നിനക്ക് തീർത്തല്ലേ പറ്റൂ. ഹോസ്പിറ്റലിൽ വെച്ച് എന്താ ഉണ്ടായതെന്നൊന്ന് വാ തുറന്ന് പറയടി. ഞാനല്ല അത് പറയേണ്ടത്, അത് കാർത്തി പറയട്ടെ. എന്തോ കാര്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്. കൈമളേട്ടാ, ദേ ഈ വലിഞ്ഞു കയറി വന്നവളുടെ കാര്യത്തിൽ ഒന്ന് സീരിയസ് ആയിട്ട് ഇടപെട്ടേ പറ്റൂ. അതിന് ഇവളെ എന്തിനു പറയുന്നു? ഡിവോഴ്സ് കിട്ടില്ല എന്ന് പറഞ്ഞ് ഇവളെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്ന അവനെ പറഞ്ഞാ പോരെ? ഇനി എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നത് എനിക്കൊന്ന് കാണണം. എന്താ നടി നിന്ന് പെറുപെറുക്കുന്നേ? തോടിക്കിട്ട് തട്ടു തന്നാലുണ്ടല്ലോ. അമ്പമ്പോ, ഇതാണ് സാക്ഷാൽ വയ്യാവേലി. മാധുരിയും ആ ഇന്ദ്രജിയൊക്കെ പിന്നെ സഹിക്കാം. ഈ നാശകോടാലിയെ ഒട്ടും സഹിക്കാൻ പറ്റാത്തത്.
ഞാൻ അബോധാവസ്ഥയിൽ ഇവളെ തല്ലിക്കൊന്ന എന്നോട് ക്ഷമിക്കണേ ഭഗവാനേ. മുറിയിൽ അവര് തമ്മിൽ എന്തെങ്കിലും വഴക്കായിരിക്കും. നമുക്ക് അങ്ങോട്ട് കയറി ചെന്നാലോ കൈമളേട്ടാ? കാർത്തിക്, എന്താ മോനെ പ്രശ്നം? ഇപ്പോൾ ടിൻപാൽ കുഞ്ഞിന് അലർജി ആയിരിക്കുകയാണ്. അത് കൊടുത്താൽ കുഞ്ഞ് ഇനിയും വൊമിറ്റ് ചെയ്യും. മുലപ്പാലല്ലേ ഏതൊരു കുഞ്ഞിൻ്റെയും ആയുസിൻ്റെ അടിസ്ഥാനം. അത് ലഭ്യമാക്കാൻ സാഹചര്യം ഉണ്ടെങ്കിലും അത് ഒഴിവാക്കുന്നത് ബുദ്ധിപരമല്ല. കുട്ടിക്ക് പാൽ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതെന്താ ഡോക്ടർ അങ്ങനെ ചോദിക്കുന്നത്? ഞാനിതിൻ്റെ അമ്മയല്ലേ. എന്തൊക്കെ സംഭവിച്ചാലും ഈ വിഷജന്തുവിന്റെ പാല് ഈ കുഞ്ഞിന് കൊടുക്കരുതായിരുന്നു. ഇവളൊരു വൈറസാ, മാരകമായ വൈറസ്. ആ സമയത്ത് മറ്റൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇവള് ഞങ്ങളുടെ കുഞ്ഞിന് പാല് കൊടുക്കുന്നതിൽ എനിക്കൊട്ടും ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ആ സിറ്റുവേഷനിൽ ഞാനും മീനാക്ഷിയും സൈലന്റ് ആയിപ്പോയി. കുഞ്ഞു കിടന്ന് നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരെയും ഒരുമിച്ച് തോൽപ്പിക്കാൻ ദൈവം എനിക്കൊരവസരം തന്നു. ഞാനത് മാക്സിമം മുതലാക്കും. എന്റെ സ്റ്റാൻഡ് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ എനിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. എല്ലാവരും കൂടി ആലോചിച്ച് ഇക്കാര്യത്തിൽ എനിക്കൊരു പരിഹാരം ഉണ്ടാക്കി തരണം. നിന്നെയും അതുവഴി ഈ കുടുംബത്തെയും വഞ്ചിച്ചവളാണിവൾ. ഇവളുടെ മുലപ്പാൽ ഈ കുഞ്ഞിന് കൊടുക്കുന്നതിനേക്കാൾ ഭേദം എല്ലാവരും കൂടി വിഷം വാങ്ങി തിന്ന് മരിക്കുന്നതായിരുന്നു. അനാഥാലയങ്ങളിലെ മുലപ്പാല് ദാനം ചെയ്യുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ കുട്ടിയെ മുലയൂട്ടാൻ ഏതെങ്കിലും ഒരു അമ്മയെ കണ്ടെത്താം. പ്രസവത്തോടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മമാരെ തിരക്കിയെ കിട്ടില്ലേ? പണം എത്ര വേണേലും കൊടുക്കാം. അന്വേഷിച്ച് കണ്ടെത്തുന്നത് വരെ കുഞ്ഞിന് എന്ത് ഫുഡ് കൊടുക്കും? ബേബി ഫുഡ് കൊടുക്കാനേ പാടില്ലെന്ന ഡോക്ടറുടെ ഡിസിഷൻ. ആ, സാവിത്രി പറയുന്ന കാര്യം അത്ര പ്രാക്ടിക്കൽ അല്ല. ബ്രസ്റ്റ് ഫീഡിങ് ആരെങ്കിലും കുട്ടിക്ക് കൊടുക്കാമെന്ന് സമ്മതിച്ചാലും അവരുടെ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ നടത്തണം. അവരൊരു രോഗിയാണെങ്കിലോ? മനസ്സിന് മാരക രോഗമുള്ള ഇവളെക്കാളും ഭേദമായിരിക്കും. ദേ, ആവശ്യമില്ലാത്തത് പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാ നീ എന്ത് ചെയ്യടി? എന്റെ നേരെ നീ ഷൗട്ട് ചെയ്യാറായോ? നിന്നെ ഞാൻ സാവിത്രി വേണ്ട, പോട്ടെ. നാളെ ഇല്ലാത്തവളെ തല്ലിട്ട് എന്ത് കാര്യം? വഴക്ക് കൂടാതെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്ത്. അല്ല, കുഞ്ഞ് ജനിച്ചിട്ട് ഇത്രയും നാളായി. ഇതുവരെ ബേബി ഫുഡ് കൊടുത്താ വളർത്തിയത്. ഇനിയിപ്പോ മുലപ്പാല് കൊടുത്താലേ പറ്റൂന്ന് പറഞ്ഞ? കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി ഇല്ലെന്ന ഡോക്ടർ പറയുന്നത്. ഇതിനിത് മാത്രമേയുള്ളൂ പ്രതിവിധി. മരുന്നൊന്നും ഇല്ലേ ഇക്കാര്യത്തില്? നമുക്ക് മറ്റൊരു പീഡിയാട്രിഷ്യനെ കാണിച്ചാലോ? ഇവര് വളരെ പ്രൊഫഷൻ്റ് ആണ് വല്യമ്മാവ. മീനാക്ഷി കൊച്ചെന്താ മിണ്ട നിൽക്കുന്നത്? ഞാൻ എന്ത് മിണ്ടാനാ മുത്തശ്ശ? ഏറ്റവും വെറുക്കപ്പെട്ടവരെ കാണുകയും അവരുടെ വിജയത്തിൽ മിണ്ടാ നിൽക്കുകയും ചെയ്യേണ്ടി വന്നില്ലേ? എന്ത് ചെയ്യാനാ? നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടുത്തെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് കാശ് കൊടുത്ത ഒരു സ്ത്രീയെ കണ്ടെത്താം, കുഞ്ഞിന് മുലപ്പാല് കൊടുക്കാൻ. അതേ ഇപ്പൊ മാർഗമുള്ളൂ. ഇപ്പൊ മുതൽ നമുക്ക് അതിനുള്ള അന്വേഷണം തുടങ്ങാം. അസുഖമൊന്നും ഇല്ലാത്തതും
ആരോഗ്യമുള്ളതുമായ ഒരു അമ്മയുടെ മുലപ്പാല് കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിന്റെ വിഷം ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ട. എന്റെ കുഞ്ഞല്ല, ആരുടെ കുഞ്ഞും ആയിക്കോട്ടെ, അതിന് ഭക്ഷണം കൊടുക്കുന്ന സ്ത്രീ ഒരു രോഗവും ഇല്ലാത്തവളാണെന്ന് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? ആ സ്ത്രീക്ക് വല്ല TB-യോ അതുപോലുള്ള മറ്റ് അസുഖങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതൊക്കെ മെഡിക്കൽ ടെസ്റ്റ് നടത്തി കണ്ടെത്താന്ന് തന്നെ ഇരിക്കട്ടെ. ആ സ്ത്രീ സ്വഭാവ ദൂഷ്യമുള്ളവളോ മാനസിക രോഗിയോ ആണെങ്കിലോ? അതെന്തോ ആയിക്കോട്ടെ, നിന്റെ അഭിപ്രായം ഒന്നും ഇവിടെ ആർക്കും കേൾക്കണ്ട. നിങ്ങൾ എത്രയൊക്കെ എന്നെ മാറ്റി നിർത്തിയാലും ഞാൻ പ്രസവിച്ച കുഞ്ഞാണിത്. എന്തായാലും അതല്ലാതാകാൻ പോകുന്നില്ല. എന്താ മൈഥിലി പറഞ്ഞു വരുന്നത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു റിസ്ക് എടുക്കുന്നേ? എന്തായാലും ഡിവോഴ്സ് കിട്ടുന്നത് വരെ ഞാൻ ഇവിടെ ഉണ്ടല്ലോ. കുട്ടിക്ക് അത്രയും നാള് പാല് കൊടുക്കാൻ എനിക്കൊരു അവസരം തന്നൂടെ? ദേ, ഇതൊന്നും സാധ്യമല്ല. എന്തായാലും ഞങ്ങൾ കണ്ടുപിടിക്കുന്ന സ്ത്രീ നിന്നേക്കാളും നല്ലവളായിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. വൈഗ മോളുടെ അമ്മയാകാനുള്ള ഒരു യോഗ്യത നിനക്കില്ല. നീ ഇവിടെ കിടന്ന് ചിലക്കാതെ കേറി പോടി അകത്ത്, നാശം പിടിച്ചവള്. ദൈവമേ, സ്വന്തം കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാ. ഇങ്ങനെ ഒരു ഗതികേട് ലോകത്ത് ഒരു സ്ത്രീക്കും വരുത്തല്ലേ എന്റെ ഭഗവാനെ. അയ്യോ, ദൈവമേ, ഈ ഭൂമി ഒന്ന് രണ്ടായി പിളർന്നെങ്കിൽ, എന്നെ പാതാളത്തിലേക്ക് ആരെങ്കിലും ഒന്ന് ചവിട്ടി താഴ്ത്തിയെങ്കിൽ. അയ്യോ, ആ, ഒരു കാര്യം ചെയ്യാം. ഒരു 2 മാസത്തേക്ക് ഇവിടെ തന്നെ കുഞ്ഞിന് പാല് കൊടുക്കട്ടെ. ഞാൻ എന്റെ കുഞ്ഞിനെ തരില്ല, എന്നെ കൊന്നാലും തരില്ല. മീനാക്ഷി, അയ്യോ പൊന്നെ, കരയാതിടാ. അമ്മയുടെ മുത്തല്ലേ, ഇങ്ങനെ കരയല്ലേ വാവേ, ഇങ്ങനെ കരയല്ലേ. ഇങ്ങനെ കരഞ്ഞാലേ അമ്മയുടെ ഹൃദയം പൊട്ടിപ്പോവും. അയ്യോ, ഓ ഓ ഓ, എന്ത് ചെയ്യും കാർത്തിയേട്ട? എന്ത് ചെയ്യാനാ, വിശന്നിട്ടാ അത് കരയുന്നത്. മിൽക്ക് പൗഡർ കലക്കി കൊടുക്കരുതെന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കരയല്ലേ പൊന്നെ, അമ്മയുടെ കുഞ്ഞ് കരയല്ലേ. കരയല്ലേ പൊന്നെ. എനിക്കെന്റെ കുഞ്ഞാ വലുത്, ഈഗോ അല്ല. എന്റെ കുഞ്ഞ് കരഞ്ഞ എനിക്കത് സഹിക്കാൻ പറ്റില്ല. എന്റെ പൊന്നെ,
കുഞ്ഞിന് പാല് കൊടുക്കണം. ഈ കുഞ്ഞിനോട് എനിക്ക് വാത്സല്യം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ ഇതൊരു പൊന്മുട്ടയിടുന്ന താറാവാ. ഇതിനെ വെച്ച് ഞാൻ കാശുണ്ടാക്കും. മോളെ, പൊന്നു മോളെ. കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും അവൾക്കറിയില്ല. അതെ, ഇങ്ങനെയൊന്നും അല്ല. കൈമാറ്റ്, കാല് പൊക്കി പിടിക്കാതെ. മീനാക്ഷി, നീ വലിയ വലിയ മനസ്സുള്ളൊരമ്മയാണെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞത്. മുത്തേ, ഉറങ്ങിക്കോട്ടാ. ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ. ചക്കര മുത്ത് ഉറങ്ങിക്കോ. ഉറങ്ങട്ടാ. അച്ഛനും മോളും കൂടി കാറ്റുള്ള. ഇത്രയും നന്നായി സ്നേഹിക്കുന്ന ഒരു അച്ഛനെ കിട്ടിയത് ഇവളുടെ ഭാഗ്യം തന്നെയാ. സ്വന്തം മക്കളെ സ്നേഹിക്കാത്ത അച്ഛന്മാരുണ്ടാവോ മീനാക്ഷി? എന്നാര് പറഞ്ഞു? ഋതുവിന്റെ അച്ഛന് അവളെ കൺമുന്നിൽ കാണുന്നത് പോലും ഇഷ്ടമല്ല. സത്യം ഞാൻ പറഞ്ഞത്. പ്രതാപവർമ്മന് മകളെ ഇഷ്ടമല്ല. പക്ഷെ അവൾക്കാണെങ്കിൽ അച്ഛനാ ലോകം.
ആരുടെ കാര്യം നീ പറയുന്നത്? നമ്മുടെ സീ കേരളത്തിൽ തുടങ്ങാൻ പോകുന്ന പുതിയ സീരിയലാ അകലെ. ഓ, ആ പ്രതാപവർമ്മൻ എന്താ മകളോട് ഇത്ര ദേഷ്യം? 25-ാം തീയതി വരെ കാത്തിരുന്നാ മതി, നമുക്ക് കണ്ടറിയാം.